തേങ്ങാപ്പാൽ കൊണ്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ഹൽവ റെഡിയാക്കി എടുത്താലോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടും ടിഫിൻ ബോക്സ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 250 ml ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 4 സ്പൂണോളം കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചേച്ചും അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കാഷ്നട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാട്ടോ. മാറ്റി വെക്കൽ ഓപ്ഷനിലാണ്. ഞാൻ ഫോട്ടോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൽവയുടെ ഉള്ളിൽ മിക്സ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ സമയത്ത് സ്കിപ്പ് ചെയ്യാട്ടോ, എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നട്ട്സിലേക്ക് തന്നെ നമുക്ക് ആ ഒരു തേങ്ങാപ്പാലിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കെട്ടി പോകും. അതുപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാവേ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് ആണ് ചേർത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മധുരം നോക്കിയതിന് ശേഷം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലോണം തിക്കായതിനു ശേഷം വേണം കേട്ടോ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരമുള്ള ഒരു റെസിപ്പിയാണല്ലോ, അപ്പോൾ ഒന്ന് ബാലൻസ് ആയിക്കോട്ടെ. അങ്ങനെ അത്യാവശ്യം തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ആ ഒരു നെയ്യ് ആ ഒരു ഹൽവയിലേക്ക് ഉള്ളിലേക്ക് പിടിക്കണം കേട്ടോ. അങ്ങനെ ആ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു നെയ്യ് കാണാത്ത രീതിയിലാവണം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ മാറ്റുകയും ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഹൽവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്റ്റീലിന്റെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാവേ. അത്യാവശ്യം നന്നായിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. എനിക്കപ്പോൾ കുറച്ചും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഹൽവയാണ്. സാധാരണ ഹൽവക്ക് ഒരുപാട് ടൈം വേണമല്ലോ. അതുപോലെ തന്നെ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാക്കുകയും ചെയ്യും. ഈ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ. താങ്ക് യു.